അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ആരാണ്, ഹൂ ഇസ് എ ഡിസൈപ്പിൾ, ആരാണ് ഒരു ശിഷ്യൻ, ഒരു യഥാർത്ഥ ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. യേശുവിനെ പോലെ ആയിരിക്കണം യേശുവിൻ്റെ ശിഷ്യൻ. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമായി തീരേണ്ടത് യേശുവിനെ പോലെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ യേശുവിനെ പോലെ ആയി തീരാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ലിവ് വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ്, അല്ലേ? അപ്പോൾ ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയെങ്കിലേ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവില്ലാതെ ഒരു നല്ല ശിഷ്യനായി തീരുവാൻ, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ, ക്രിസ്ത്യാനി എന്ന് പേരുള്ള അനേകരുണ്ട്, അവരുടെ കാര്യമല്ല പറയുന്നത്. ഒരു യഥാർത്ഥ ശിഷ്യൻ, ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിത്തീരണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതം, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അതില്ലാതെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? അവൻ തൻ്റെ പുത്രൻ തൻ്റെ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ്. ഹല്ലേലൂയ. എന്തിനാ വിളിച്ചത്? ടു ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അതിനായിട്ടാണ് വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിൻ്റെ എൻഡ് എന്താണ്? ദാറ്റ് വി ഷുഡ് ഓൾ ബി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്, അല്ലേ? അത് ഇനി അവസാനം ഏതെങ്കിലും ഒരു ദിവസം വരുമെന്നല്ല. എവറി ഡേ വി ആർ ട്രാൻസ്ഫോംഡ് ടു ദ ഇമേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓരോ ദിവസവും നമ്മൾ ആ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അകത്ത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മൾ ജീവിക്കുന്നത് ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. വി ഷുഡ് ലിവ് എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. ഹല്ലേലൂയ. എന്താ ഈ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ? സ്പിരിറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് 2 മണിക്കൂർ നിൽക്കുമ്പോൾ കൈയടിച്ച് തുള്ളിച്ചാടി അന്യഭാഷ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ പറയേണ്ടതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതാണോ ഈ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോനെ ഓ വീഡിയോ ഒന്നിട്ട് ഒരു വീഡിയോ just we'll see it for one moment. So the Holy Spirit helps you pray in tongues, but doesn't help you apologize in English? Got it. The Holy Spirit helps you pray in tongues, but doesn't help you apologize in English? Got it. So the Holy Spirit helps you pray in tongues, but doesn't help you apologize in English? Got it. Keep playing. So the Holy Spirit helps you pray in tongues, but doesn't help you apologize in English? Got it. I think you got it, right? Yes. ആത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് സഭയിൽ വന്ന് കുറച്ചു നേരം എന്തെങ്കിലും കാണിക്കുന്നതിനെ വിളിക്കുന്ന പേരല്ല. ഇവിടെ നിന്ന് പുറത്തുപോയി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ
ആ ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കാണിക്കുന്നതാണ് ആത്മാവിൽ നിറയപ്പെട്ട ജീവിതം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ there is no point in saying that I'm a spirit-filled man or a spirit-filled woman. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ വെറുക്കാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, you're not filled with the Spirit. Hallelujah. It doesn't matter how many prayer meetings you attend, how many times you fast in a week, how many hours you pray. If it doesn't bring a change in you, if it doesn't make you Christ-like, you're not Spirit-filled. Amen? You cannot say that I'm Spirit-filled. Hallelujah. See, first we need to understand who we are, right? And പലരുടെയും പല റിയാക്ഷൻസും കമൻസും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആക്ച്വലി വി ഡോണ്ട് നോ ഹൂ വി ആർ, റൈറ്റ്? നമ്മൾ ആരാ? നമ്മളെ എന്ത് വിളിക്കും? നമ്മൾ ഈ സഭയുടെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം, യേശുക്രിസ്തു സഭയെ സ്ഥാപിച്ചു. 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ദൈവസഭ സ്ഥാപിതമായി. തുടർന്ന് അങ്ങോട്ട് 2000 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമുക്കറിയാം ലക്ഷക്കണക്കിന് സഭകളാണ് ഈ ലോകത്തെല്ലായിടത്തുള്ളത്, അല്ലേ? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് 4 നൂറ്റാണ്ട് വരെ ഏതാണ്ട് ഒരുമിച്ചൊക്കെ പോയി സഭയൊക്കെ. പിന്നെ പതുക്കെ പല ഉപദേശ വ്യത്യാസങ്ങളൊക്കെ വന്ന് പലരും പലതായി തിരിഞ്ഞു. നമുക്കറിയാം 11-ാം നൂറ്റാണ്ടിൽ there was a big schism in the church, right? അന്ന് ചർച്ച് കത്തോലിക്ക സഭ, അതുപോലെ കാത്തലിക് ചർച്ച്, അതുപോലെ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പിരിഞ്ഞു. And then after few centuries, when it came to 15th century, we know that there was another schism. അല്ലെ, അന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് Protestants were born, right? Protestants അവര് കത്തോലിക്ക സഭയുടെ അവരുടെ വിശ്വാസത്തിന്, അവരുടെ തിയോളജിക്ക് എതിരായി ബൈബിൾ വേദോസം എന്താണോ പഠിപ്പിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ജീവിക്കണം എന്ന് അവരുടെ പുതിയ ഉപദേശമല്ല, അവരുടെ ഉപദേശം കൊണ്ടുവന്നു. പിന്നെ അനേക നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമായപ്പോൾ ഒരു പുതിയ സംഭവം സഭയിൽ രൂപപ്പെട്ടു വന്നു. പെന്തക്കോസ്റ്റലിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു വലിയ ഉണർവ് അസൂസ്ത്രത്തിൽ നടന്നു. അതിനെ തുടർന്ന് ലോകമാസകലം ഒരു വലിയ റിവൈവൽ കത്തിപ്പടർന്നു. പിന്നെ നമ്മൾ നോക്കിയാൽ അനേക വർഷങ്ങൾ കഴിഞ്ഞ് 10-60 വർഷം കഴിഞ്ഞ് 1960-കളൊക്കെ ആയപ്പോഴത്തേക്ക് വേറൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേരാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് പെന്തക്കോസ്റ്റ് ചർച്ചിനകത്ത് മാത്രമല്ല, ഈവൻ കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് പോലും ദർ സ്റ്റാർട്ടഡ് എ കരിസ്മാറ്റിക്. മറ്റു പല എപ്പിസ്കോപ്പൽ സഭകളുടെ അകത്തും ഈ കരിസ്മാറ്റിസം വളരാൻ തുടങ്ങി. അപ്പോൾ ഈ 1960 കൂടിയാണ് ലോകത്തിൽ ഈ സുവിശേഷം വളരെ വ്യാപകമായിട്ട് പരക്കാൻ തുടങ്ങിയത്. കരിസ്മാറ്റിസം എന്ന് പറഞ്ഞാൽ, കരിസ്മ എന്ന ഗ്രീക്ക് പദം, കരിസ്മ മീൻസ് ഗിഫ്റ്റ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന, കൃപാവരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മൂവ്മെൻ്റാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ തുടങ്ങിയത്. സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ചൈനയിലും ഏഷ്യയുടെ മറ്റ് സ്ഥലങ്ങൾ, ഇന്ത്യയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സഭ വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. 80-കളോട് കൂടെ അതിൻ്റെ വേറൊരു വേവ് വന്നു. അപ്പോൾ ഇതിനകത്ത്
നമ്മൾ ഏത് ഗ്രൂപ്പാണ്? വാട്ട് ആർ വി? നമ്മൾ ഈ സഭയുടെ ചരിത്രവും സഭകളെക്കുറിച്ചൊക്കെ പഠിച്ചാൽ ലക്ഷക്കണക്കിന് സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ സഭകൾക്കെല്ലാം അല്ലെങ്കിൽ ഉപദേശങ്ങൾക്ക്, ഈ ഗ്രൂപ്പുകൾക്കെല്ലാം അവരുടേതായ ഉപദേശങ്ങളുണ്ട്, അവരുടേതായ പഠിപ്പിക്കലുകൾ, ഡോക്ട്രിൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ബോധ്യം വേണം. ആമേൻ. ഇല്ലെങ്കിൽ മറ്റു പല പഠിപ്പിക്കലും കേട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകും. ബിക്കോസ് വി ഡോണ്ട് നോ ദ നുവാൻസസ്. അല്ലാതെ അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചിലർ പഠിപ്പിക്കും യേശുക്രിസ്തു ദൈവമാണ്, ചിലർ പഠിപ്പിക്കും യേശുക്രിസ്തു മനുഷ്യനാണ്, ചിലർ പഠിപ്പിക്കും യേശുക്രിസ്തു സൃഷ്ടിയാണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. നമ്മൾ ഈ ലോകത്ത് നോക്കിയാൽ ഒത്തിരി കൾട്ടുകളെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമ്മൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇപ്പോൾ യഹോവ സാക്ഷികൾ, അതുപോലെ മോർമോൺസ്, അതുപോലെ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ്, അങ്ങനെ ഒത്തിരി കൾട്ടുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയാം, ഈ കൾട്ടുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം സ്ഥാപിച്ചത് ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി പറയും, എനിക്ക് ബൈബിളിൽ നിന്ന്, വേദോസ്തത്തിൽ നിന്ന് ഒരു വ്യക്തമായ വെളിപ്പാടുണ്ടായി, ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി പുതിയ ഒരു സഭ സ്ഥാപിക്കും. ഞാൻ ഈ പേരുകളൊക്കെ പറയുന്നത് എന്തിനെന്നറിയാമോ? നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പം തന്നെ ഇടയ്ക്ക് ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഈ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ റെഡ് ഫ്ലാഗ് ഷുഡ് ഗോ ഇൻ യുവർ മൈൻഡ്. ഓക്കെ. മോർമോണിസം സ്റ്റാർട്ട് ചെയ്തത് ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. സെവൻത് ഡേ അഡ്വെന്റിസം സ്റ്റാർട്ട് ചെയ്തത് എലൻ വൈറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതുപോലെ യഹോവ സാക്ഷികൾ, അവരുടെ ലീഡർ എന്ന് പറയുന്നത് ചാൾസ് ടസൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒത്തിരി യു ഡു എ സെർച്ച് ഓൺ ദി ഇൻ്റർനെറ്റ്, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് നെയിംസ് ലൈക്ക് ദിസ്. കൊറിയയിൽ തന്നെ ദർ ആർ എ ലോട്ട് ഓഫ് കൾട്ട്സ്. അതിൻ്റെ എല്ലാം നേതൃസ്ഥാനത്ത് ദർ വിൽ ബി വൺ മാൻ. അപ്പോൾ ആ സഭയുടെ ഉപദേശം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ലഭിച്ച പ്രത്യേകമായ ഒരു വെളിപ്പാടാണ്. ആമേൻ. അത് മെയിൻ ലൈൻ ക്രിസ്തീയ വിശ്വാസത്തിന് പലപ്പോഴും എതിരായിരിക്കും. കാരണം ഇവർക്ക് കിട്ടിയ പുതിയ വെളിപ്പാടാണ്. ഇത്രയും നാൾ, അതായത് 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭ, പരിശുദ്ധാത്മാവിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭ, അപ്പോസ്തലന്മാർ തുടങ്ങി വെച്ച സഭ, ആ സഭയുടെ വിശ്വാസങ്ങൾക്ക് എതിരായി പുതിയ ഒരു വിശ്വാസം പഠിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഒക്കെ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ എന്താണ് കേൾക്കുന്നത്, എന്താണ് പിന്തുടരുന്നത്, എന്താണ് വിശ്വസിക്കുന്നതിനെ പറ്റി നമുക്കൊരു വ്യക്തമായ ബോധ്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും ഇത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കും. ആമേൻ. ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടാൽ, ഇവരുടെയൊക്കെ മെസ്സേജസ് കേട്ടാൽ നമ്മൾ വിചാരിക്കും, ശരിയാണല്ലോ, വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആമേൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആമേൻ. അപ്പോൾ നമ്മൾ ആരാണ്? Who are we? First, we are Pentecostals. ആമേൻ. നമ്മൾ പെന്തക്കോസ്തുകാരാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ കുറ്റം പറയുമ്പോൾ ആലോചിക്കണം, നമ്മളെ തന്നെയാണ് കുറ്റം പറയുന്നത്. ആമേൻ. 2, we have a lot of charisma in us. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വളരെ ശക്തിയോടെ നമ്മുടെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ സഭയുടെ ആരാധന എന്ന് പറയുന്നത് മെയിൻ ലൈൻ ചർച്ചസിൻ്റെ ആരാധന പോലെ വളരെ അടക്കവും അച്ചടക്കവും, ആൾക്കാർ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് മുരടനക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആരാധനയല്ല നമ്മുടേത്. നമ്മുടെ ആരാധനയ്ക്കകത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, കൈകൊട്ടാൻ, ഹല്ലേലൂയ പറയാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സഭയ്ക്കകത്തുണ്ട്.
ആമേൻ. അപ്പം നമ്മൾ ഒരു കാറ്റഗറിയിൽ നമ്മളെ പെടുത്താമെങ്കിൽ എനിക്ക് തോന്നുന്നു വി ക്യാൻ കോൾ ourselves Pentecostal charismatics. ആമേൻ. എന്തെങ്കിലും വിഷമമുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസം 1906 അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ചു. അതിനു മുമ്പ് 1901 അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് അന്യഭാഷയിലുള്ള സംസാരമാണ്. അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ള പ്രകടമായ എന്നതാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചിട്ടുള്ളത് എന്നതിൻ്റെ പ്രകടമായ തെളിവ് എന്നാണ് പെന്തക്കോസ്റ്റൽ ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതിനു മുമ്പ് വന്ന ഹോളിനെസ് മൂവ്മെൻറ്റ്സ്, അതുപോലെ പ്യൂരിറ്റൻ മൂവ്മെൻറ്റ്സ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പെന്തക്കോസ്റ്റൽ വിശ്വാസം മുൻപോട്ട് വന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1960 കഴിഞ്ഞപ്പോഴേക്ക് കുറച്ചുകൂടെ ലിബറലായി, കുറച്ചുകൂടെ കൾച്ചറലി റെലവൻ്റായി ഈ കരിസ്മാറ്റിക്സ് ഗ്രൂപ്പ്സ് ഒക്കെ മാറി തുടങ്ങി. മെയിൻലാൻഡ് ചർച്ചസിനകത്ത് മാത്രമല്ല, പെന്തക്കോസ്റ്റൽ ചർച്ചസിനകത്തും ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി എല്ലാ വൻകരകളിലും ചലിച്ച് ഒരു വലിയ ഒരു മൂവ്മെൻ്റായി ഇത് മാറി. ലോകത്തിൽ ഏറ്റവും അധികം ശക്തിയോടെ വളർന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. ആമേൻ. അപ്പോൾ നമ്മളെല്ലാവരും അതിനകത്ത് ഉള്ളവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പെന്തക്കോസ്റ്റ് വിശ്വാസം തന്നെ ആദ്യം തുടങ്ങിയപ്പോൾ അതിനകത്ത് വന്ന ഒരു പഠിപ്പിക്കലാണ് വൺനെസ് ടീച്ചിങ്. ഒരു പ്രബല വിഭാഗം അവർ പഠിപ്പിച്ചിരുന്നത് ദർ ഈസ് നോ ട്രിനിറ്റി, അല്ലേ? തൃത്വം ഇല്ല. ദർ ഈസ് ഓൺലി ഗോഡ് ഇസ് വൺ. ആ ദൈവം സ്വർഗത്തിരിക്കുമ്പം പിതാവാവും, ഭൂമി വരുമ്പം യേശുവാവും, അല്ല യേശു തിരിച്ചു പോയി കഴിയുമ്പം പരിശുദ്ധാത്മാവും അങ്ങനെയൊക്കെയുള്ള ചില പഠിപ്പിക്കലുകൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ പഠിപ്പിക്കലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കണം. അതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന്. നമ്മുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് നമ്മളിത് ഈ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്? കാരണം നിങ്ങൾക്ക് പലവിധമായ പഠിപ്പിക്കലുകൾ അത് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വാട്ട് ഈസ് ആ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് എൻ്റെ വിശ്വാസം എന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാനാണ് നമ്മൾ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. എത്ര പേര് നമ്മുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടുണ്ട് ഇതുവരെ? ഒരാൾ, 2. അത് നമ്മുടെ ഡെനീഷ് ബ്രദറും ഭാര്യയാണ്. ഇവിടെ ഉണ്ടായിരുന്നു 2 പേര്. ബിനു ആണ് നമ്മുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്ത്, പുള്ളിക്ക് അറിയാം. ഡെനീഷ് ബ്രദറാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്, പുള്ളിക്ക് പറയാം. വേറെ ആരും വായിച്ചിട്ടില്ല. ആമേൻ. അതുകൊണ്ട് എല്ലാവരും പോയിട്ട് നമ്മുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ചോദ്യം ഉണ്ടെങ്കിൽ എഴുതിയിടണം. തൃത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ആസ്ക് ക്വസ്റ്റ്യൻസ്. ആമേൻ. നിങ്ങൾ ഈ ലോകം മുഴുവൻ നടന്ന് ഉള്ള പ്രസംഗമെല്ലാം കേട്ട് നിങ്ങളുടെ തലയ്ക്കകത്ത് വേണ്ടാത്ത ഉപദേശങ്ങൾ കുത്തിത്തിരികിയാൽ ഇറ്റ് വിൽ ലീഡ് യു ടു ഡിസ്ട്രക്ഷൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യു നീഡ് ടു ബി കെയർഫുൾ about what you listen to, and you need to be sure of who you are. Hallelujah. Praise the Lord. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? We have to live a spirit-filled life. അപ്പോൾ ഈ സ്പിരിറ്റ് ഫിൽഡ് ലൈഫിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആക്ച്വലി ഞാൻ വേറൊരു സബ്ജക്റ്റ്
സംസാരിക്കണമെന്നാണ് വിചാരിച്ചത്, ഒരു സീരീസ് തുടങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. ആമേൻ. സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ് ശൗൽ, പഴയ നിയമത്തിലെ ശൗൽ. എന്താണെന്നറിയാമോ? ശൗലാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. ശൗലിലൂടെയാണ് ഇസ്രായേലിനൊരു ഭാവി ദൈവം കണ്ടത്. ഹല്ലേലൂയ. ആ ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടെ വന്നു, അല്ലേ? ശൗല് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവചിച്ചു. ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, റൈറ്റ്? പക്ഷേ നമുക്ക് ശൗലിൻ്റെ അവസാനം അറിയാം, നമുക്ക് ശൗലിൻ്റെ പിൽക്കാല ജീവിതം അറിയാം. അപ്പോൾ ശൗലിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ എന്നിൽ നൽകിയ ആത്മാവ്, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാം എന്ന് ഒരു പാഠം ശൗല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് ശൗലിനെ വലിയ ഇഷ്ടം. പ്രൈസ് ഗോഡ്. ശമൂവേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാമോ? 6 മുതൽ 8 വരെ. 1 ശമൂവേൽ, സോറി. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടത്തും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശൗമേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. 1 Samuel chapter 11 verse 6 to 8. ഹല്ലേലൂയ. ഈ 1 ശമൂവേൽ 11-ാം അധ്യായമാണ് ശൗലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായം. ആമേൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതം നേരെ താഴോട്ട് പോയത്. ആമേൻ. He was at this level in his life in 1 Samuel 11 and thereafter his life went down. And we're going to see why. ആമേൻ. എന്തുകൊണ്ടാണ് ശൗലിൻ്റെ അവിടെ നിന്ന് പരാജയത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അവിടെ 6-ാമത്തെ വാക്യം പറയുന്നു, ശൗൽ വർത്തമാനം കേട്ടപ്പോൾ. എന്ത് വർത്തമാനം എന്നറിയാമോ? ശൗലിനെ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ന്യായാധിപന്മാരുടെ അടിയിൽ ജീവിച്ചത് മതിയായി. നൗ വി വാണ്ട് എ കിങ്. ഞങ്ങൾക്കൊരു രാജാവ് വേണം. ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം രാജാവുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ രാജാവില്ല. ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവത്തിൻ്റെ ഇഷ്ടം, ഗോഡ് വാണ്ടഡ് ഹിംസെൽഫ് ടു ബി ദ കിങ് ഓഫ് ഇസ്രായേൽ. ഹല്ലേലൂയ. പക്ഷെ ജനം പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇൻ അതർ വേർഡ്സ്, ദേ വർ റിജക്റ്റിംഗ് ഗോഡ്, റൈറ്റ്? പാസ്റ്റർ നേരത്തെ ഹന്നയുടെ കാര്യമാണ്. ഹന്നയുടെ ഭർത്താവിൻ്റെ പേര് എലിമെലേക്ക്, അല്ലേ? എലിമെലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഗാഡ് ഇസ് മൈ കിങ്. ഗാഡ് ഇസ് മൈ കിങ്. സോ ഗോഡ് വാണ്ടഡ് ടു ബി ദ കിങ് ഓഫ് ഇസ്രായേൽ. ആളുകൾ പറഞ്ഞു, നോ, വി വാണ്ട് എ ഹ്യൂമൻ കിങ്. ദൈവം പറഞ്ഞു, ഓക്കെ. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ ശൗലിനെ തിരഞ്ഞെടുക്കണം. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു, അവനെ രാജാവാക്കി. അവനെ രാജാവാക്കാൻ വിളിക്കുമ്പോൾ അവൻ പോയി ഒളിച്ചിരിക്കുക. കാരണം അവന് നാണം കാരണം, ലജ്ജ കാരണം അവൻ ഒളിച്ചിരിക്കുക. ഹി ഡസന്റ് വാണ്ട് ടു കം ഇൻ ഫ്രണ്ട്. ശൗലിനെ രാജാവാക്കി കഴിഞ്ഞ ശേഷം 11-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം അമ്മോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് നേരെ പാളയം ഇറങ്ങി. യാബേശ് നിവാസികളൊക്കെയും നാഹാഷിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അമ്മോന്യനായ നാഹാഷ് അവരോട്, നിങ്ങളുടെ വലങ്കണ്ണൊക്കെയും ചൂഴ്ന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിന്മേലിലും ഈ നിന്ന വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കി. അപ്പൊ ഇസ്രായേലിന്റെ ഒരു ഭാഗത്തുള്ള ആളുകളോട് അമോന്യ ദേശത്തുള്ളൊരു രാജാവ് എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ അടിമകളാക്കാൻ പോവാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ അടിമകളാക്കണം, നമുക്ക് തമ്മിലൊരു
ഉടമ്പടി ചെയ്യാം, ഞാൻ നിന്നെ സേവിച്ചോളാം. അപ്പോൾ അവൻ പറഞ്ഞു, ഉടമ്പടിയൊക്കെ ശരി തന്നെ, പക്ഷേ എല്ലാത്തിൻ്റെയും വലത് കണ്ണ് ഞാൻ എടുക്കും. അങ്ങനെയുള്ള ഉടമ്പടിയാണെങ്കിൽ സമ്മതമാണ്, എല്ലാവരുടെയും വലത് കണ്ണ് ഞാൻ ചൂണ്ടിനെടുക്കും. അപ്പോൾ ഈ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ ഇസ്രായേൽ മക്കൾ ബാക്കിയുള്ളവരോട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ആരാ? നമ്മുടെ രാജാവൊക്കെ ഉണ്ടല്ലോ, ആ രാജാവിനോടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. വായിച്ചേ. യാബേഷിലെ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടതരയണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. മതി. ശൗൽ ആരാ? ശൗല്? അല്ല, ആരാ ഇപ്പൊ ശൗല്? സോൾ ഇസ് എ കിങ് ഓഫ് ഇസ്രായേൽ. ആമേൻ. പക്ഷെ പുള്ളി ഇപ്പോഴും ചെയ്യുന്നത് എന്താണ്? കന്നുകാലി മേയ്ക്കും. മേ ബി രാജാവിന് ശമ്പളം കൊടുക്കാനില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പുള്ളി ഇപ്പോഴും കന്നുകാലികളെ മേയിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഈ ശൗല് വന്ന് ഈ വർത്തമാനം കേൾക്കണം. ഈ വർത്തമാനം കേട്ടപ്പോഴാണ് എന്ത് പറയുന്നത്? 6-ാമത്തെ വാക്യം. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. ആമേൻ. ശൗൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശൗമേലിന്റെ പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെയും ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴത്തെ സമയത്താണെങ്കിലേ രാജാവ് വിളിച്ച് പറയുകയാണ്, രാജാവിൻ്റെ കാളയെ അറുത്ത് കഷ്ണമാക്കി വീട്ടിലോട്ട് കൊടുത്തയച്ചു. ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറായി വന്നോണം. ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയർ, പാസ്റ്റർ പറയുകയാണ്, ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവരും വന്നോണം എന്ന് പറഞ്ഞിട്ട് കാളെ അറുത്ത് കൊടുത്ത് വിട്ടാൽ ഇപ്പോഴത്തെ ആൾക്കാർ പറയും, പാസ്റ്റർ ബീഫ് അടിപൊളിയായിരുന്നു പറയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശൗലിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ആത്മാവ് ശൗലിന്റെ മേൽ ശക്തിയോടെ വന്നു. ശൗല് പറഞ്ഞു, ശൗലിന്റെ കാളെ അറുത്ത് കണ്ണമാക്കി ഇസ്രായേൽ മൂപ്പന്മാരുടെ അടുക്കൽ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഞാനും ശമൂവേലും കൂടെ യുദ്ധത്തിന് പോവുകയാണ്, ഇതിൻ്റെ കൂടെ വരാത്ത എല്ലാത്തിൻ്റെയും കാളകളെ ഇങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അപ്പോൾ ആരുടെ ഭീതിയാ വന്നേ? ശൗലിനെ കുറിച്ചുള്ള പേടിയാണോ? ശൗല് രാജാവാ, ശൗലിനെ പേടിച്ചു കൊടുത്തെന്നാണോ? അപ്പോൾ യഹോവയുടെ ഭീതി, the fear of the Lord came upon the people and they all started together. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഒരുത്തൻ്റെ മേൽ വന്നാൽ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ കാണേണ്ടത്, he will fight against the enemy. Amen. He will fight against the enemy. അവൻ ശത്രു പറയുന്നത് കേൾക്കുകയല്ല, ശത്രുവിനെ എതിരിടും. Hallelujah. He will stand against the enemy. നമുക്കറിയാം, തുടർന്നുള്ള അധ്യായങ്ങളിൽ ശൗലിൻ്റെ മേൽ നിന്ന് ആത്മാവ് മാറിപ്പോയി. ശൗലിന് ആത്മാവിനെ നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. അതാ അവിടെ എലാം താഴ്വരയിൽ നിന്നൊരു മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. നമുക്ക് കഥയൊക്കെ അറിയാം അല്ലേ? ദാവീദിന്റെ ഗോലിയാത്തിന്റെ കഥ അറിയാത്ത ആരും ഇല്ലല്ലോ. അവസാനം കാട്ടിൽ നിന്ന് ദാവീദ് വരേണ്ടി വന്നു ഗോലിയാത്തിനെ കൊല്ലാൻ. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കേണ്ട കാര്യമില്ല അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നത്? ഈ
ഗോലിയാത്തിന്റെ പ്രൊപ്പോസൽ, നമ്മൾ യുദ്ധം ചെയ്യാൻ പോവാണ്. ഇസ്രായേൽ മക്കളും ഫെലിസ്തീനും നമ്മൾ യുദ്ധം യുദ്ധം ചെയ്യാൻ പോവാണ്. ഗോലിയാത്തിന്റെ പ്രൊപ്പോസൽ, നമ്മളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിൽ ഒരുത്തനെ തിരഞ്ഞെടുക്ക്, ഞാൻ അവനോട് യുദ്ധം ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവൻ ജയിച്ചാൽ ഞങ്ങൾ തോറ്റായിട്ട് സമ്മതിച്ചേക്കാം. ഞാൻ ജയിച്ചാൽ നിങ്ങൾ തോറ്റായിട്ട് സമ്മതിക്കണം. ഇത് ആരുടെ പ്രൊപ്പോസലാ? അല്ലേ? ഗോലിയാത്താണ് ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. ഇത് അംഗീകരിക്കേണ്ട വല്ല കാര്യവും ശൗലിനുണ്ടോ? ഇത് അംഗീകരിക്കേണ്ട വല്ല കാര്യവും ശൗലിനുണ്ടോ? ആമേൻ. എന്താ സംഭവിച്ചത്? ശൗലിന് ആത്മാവിനെ നഷ്ടപ്പെട്ടു. ആത്മാവുണ്ടായിരുന്നപ്പോ ശത്രുവിനോട് എതിർക്കാൻ നിന്ന ശൗല് ഇപ്പൊ ശത്രു പറയുന്ന കേൾക്കാൻ തുടങ്ങി. ആമേൻ. അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ you will fight against the enemy, you will not agree with the enemy. Hallelujah. You will not agree with the enemy. Hallelujah. ശത്രുവിനോട് എതിർക്കേണ്ടത് ഒരു സൈന്യമാണ്, നോട്ട് ആസ് എ പേഴ്സൺ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഗോ ടു എ ചർച്ച്. നിങ്ങൾ ഈ സഭയിൽ വന്നില്ലെങ്കിൽ ഗോ ടു അനദർ ചർച്ച്. പ്ലീസ് ബി പാർട്ട് ഓഫ് എ ചർച്ച്. യു ആർ നോട്ട് മെന്റ് ടു ബി അലോൺ. കാരണം ശത്രുവിന്റെ ആഗ്രഹം, ഹി വാണ്ട്സ് യു ഐസൊലേറ്റഡ്. നിങ്ങളെ ഒറ്റപ്പെടുത്തുക, ആൻഡ് ദെൻ ഹി കൻ ഡിഫീറ്റ് യു. ബട്ട് വിത്ത് an army he cannot touch you. Hallelujah. So be part of an army. അതുകൊണ്ട് ഈ പിശാച് പറയുന്നത് കേൾക്കാതിരിക്കുക. Hallelujah. പിശാചിന്റെ പ്രൊപ്പോസൽ തള്ളിക്കളെ, പോയി പണി നോക്കടാന്ന് പറയണം. Hallelujah. പിശാച് പറയുന്ന ഈ രോഗിയാ. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവൻ പറയും, ഞാൻ രോഗിയല്ല, ഞാൻ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചവനാണ് ഞാൻ. ഹല്ലേലൂയ. പിശാച് പറയും നീ പരാജയപ്പെട്ടവനാ. പറയോ ഞാനൊരു പരാജയമാ. നോ, you're not meant to agree with the enemy. You're supposed to fight against the enemy. Hallelujah. ശത്രുവിനെ എതിരിടുക എന്നുള്ളതാണ്, നീ ശത്രുവിനെതിരെ ശക്തിയോടെ നിൽക്കും എന്നുള്ളതാണ്, നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ശത്രു എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചുരുണ്ടു കൂടുന്നതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വളരെ എന്താണ് വികൃതമായ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ദൈവം നമ്മുടെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. Now you are people who can't identify themselves as either man or a woman, അല്ലേ? പുരുഷനായിട്ട് ജനിച്ചിട്ട് പറയുന്നത് I believe I am a woman. അല്ലെങ്കിൽ people say I don't have natural affection, I am a homosexual. These are lies that the devil tells you. And what are you doing? You are agreeing with the devil. I don't have an identity. I don't know whether I'm a man or a woman. I don't know whether I'm a boy or a girl. I think my affections are different. No, this is what the devil, that the enemy is telling you. Yes. Hallelujah. Amen. Hallelujah. എനിക്ക് കഴിവൊന്നുമില്ല. ആരാ പറഞ്ഞു തന്നത്? The enemy. Hallelujah. If you are filled with the Holy Spirit, you will agree with what this book says. Hallelujah. Hallelujah. Because the Holy Spirit will only agree with this book. Hallelujah.
nothing else. Hallelujah. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, hallelujah, we should fight against the enemy. Hallelujah. Hallelujah. ഇവിടെ നിങ്ങളെ ശത്രുവിൻ്റെ, നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ശരിക്കും അറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ തീർന്നു, എല്ലാം തീർന്നു, കഴിഞ്ഞ്, അല്ലേ? ഇവിടെ അതാണ് ഈ ഗോലിയാത്ത് പരീക്ഷിക്കുന്നത്. അതായത് ഒറ്റ പരാജയത്തിലൂടെ ഇസ്രായേലിനെ മൊത്തം പരാജയപ്പെടുത്തണം. ഒരുത്തനെ തോൽപ്പിക്കുക, അതിലൂടെ ഇസ്രായേലിനെ മൊത്തം തോൽപ്പിക്കുക. നിങ്ങളൊക്കെ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നവരും വാച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ടെന്നീസ് കാണുന്ന എത്ര പേരുണ്ട്? ടെന്നീസ് കളി അറിയാവുന്ന? ഓക്കെ. ബാഡ്മിൻ്റൺ അറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ. ബാസ്കറ്റ് അറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ. എല്ലാം സെയിം കയ്യാൻ തോന്നുന്നു പോകുന്നത്. ഈ ടെന്നീസ് കളിക്കുമ്പോൾ ഒറ്റ ഗെയിമിലാണോ അതിൻ്റെ റിസൾട്ട് നിശ്ചയിക്കപ്പെടുന്നത്? എത്ര ഗെയിം കളിക്കും? അറിയത്തില്ല. 5 സെറ്റ് കളിക്കും. ഓക്കെ. 5 സെറ്റിൽ ഒരെണ്ണം തോറ്റോണ്ട് നീ തോറ്റോ? 2 എണ്ണം തോറ്റോണ്ട് നീ തോറ്റോ? എപ്പോഴാണ് നീ തോക്കുന്നത്? ഈ 5-ൽ 3 എണ്ണം തോറ്റെങ്കിലേ നിന്നെ തോറ്റതായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. എന്നാൽ പിശാച്, നിന്റെ ശത്രു, നിന്റെ അടുത്തെന്ന് പറയും നീ ഒരെണ്ണം തോറ്റ്, തീർന്ന്, കഴിഞ്ഞ്. നമ്മളതങ്ങ് വിശ്വസിച്ച്. ആമേൻ. ഹല്ലേലൂയ. ആദ്യത്തെ 2 സെറ്റും തോറ്റിട്ട് തിരിച്ച് ജയിച്ച എത്ര പേരെ നിങ്ങൾക്കറിയാം? ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ? 2 പകുതിയാ, അല്ലേ? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. ഫസ്റ്റ് ഹാഫിൽ ജയിച്ച് നിന്നോ സെക്കൻഡ് ഹാഫിൽ തോക്കുന്ന കണ്ടിട്ടുണ്ടോ? ആമേൻ. അതുകൊണ്ട് പിശാച് വന്ന് പറയും, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നിന്റെ കാര്യം പോയി, തീർന്ന്, നീ തോറ്റു എന്ന് പറയുമ്പോൾ ഡോണ്ട് ബിലീവ് ദാറ്റ്. Hallelujah. Fight against the enemy. Tell him you are a liar. പിശാച് വാ തുറക്കുന്നത് എന്താണെന്നറിയാം? കള്ളം പറയാനാ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഡ് ദ ബൈബിൾ. ഹല്ലേലൂയ. വചനം എന്ത് പറയുന്നോ അത് അനുസരിക്കുക. And then you are sure, you can be sure that you are filled with the Holy Spirit. Hallelujah. You can be sure that you are filled with this Holy Spirit. അതുകൊണ്ട് പിശാച് വന്ന് വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് ചുരുണ്ടുവിടാനല്ല, be ready to fight. Hallelujah. Hallelujah. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Hallelujah. Praise God. അപ്പോൾ ഒന്നാമതായിട്ട്, if you are filled with the Holy Spirit, you will fight against the enemy. If you're not filled with the Holy Spirit, you will agree to what the enemy says. Amen. അപ്പോൾ ശൗലിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ശൗല് ആത്മാവ് നിറഞ്ഞവനായിരുന്നപ്പോൾ he was very strong, right? He was willing to fight. അവൻ്റെ കോപം ജ്വലിച്ചു, അല്ലേ? അവൻ്റെ വാക്ക് കേട്ടവർക്കൊക്കെ യഹോവയുടെ ഭീതി അവരുടെ മേൽ വന്നു. Praise God. ഇനി ഈ ശൗല് ആത്മാവ് നിറഞ്ഞവനായിരുന്നപ്പോൾ he served the people, അല്ലേ? അവന് ആൾക്കാരെ സ്നേഹിച്ചു. ഇവന് ഈ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി. അതിനെതിരായിട്ട് ആളുകളെ ഒന്നിപ്പിച്ച് ഈ അമോന്യരെ കൊന്നു. എൻ്റെ താഴോട്ടൊന്ന് വായിക്കാം ബ്രദറെ. 8 താഴോട്ട്. അവൻ ബേസക്കിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിയർ 3 ലക്ഷവും യഹൂദിയർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ
മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറയുവീൻ. ദൂതന്മാർ ചെന്ന് യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശ്യർ, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞയച്ചു. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന് നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കും വരെ അമ്മോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശൗമേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് ആർ? അവരെ ഏൽപ്പിച്ചു തരേണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയ ശൗലിൻ വളരെ വ്യത്യസ്തനാണ്. പിന്നത്തെ ശൗലിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു ശൗലെ അല്ല ഈ അധ്യായത്തിൽ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ അല്ലേ? ഇവിടെ ശൗല് ജനത്തെ സേവിക്കുക അല്ലെ, ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഹി ഈസ് സെർവിങ് ദ പീപ്പിൾ. ഇവിടെ ശൗല് ഭയപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെടുന്നത് അല്ലെ. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ വന്നപ്പോൾ ശൗലിന്റെ കോപം ജ്വലിച്ചു. ശൗല് ഇസ്രായേൽ മക്കളെയൊക്കെ കൂട്ടി വരുത്തി ആ പട്ടണത്തെ രക്ഷിക്കുവാൻ വേണ്ടത് ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയപ്പോൾ എന്താ സംഭവിച്ചത്? ശമൂൽ പറഞ്ഞു, നീ പോയി ഗിൽഗാലിൽ നിൽക്കണം, ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ അവിടെ യാഗം കഴിക്കും. ഈ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് ശമൂവേൽ വളരെ വ്യക്തമായിട്ട് ശൗലിനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം, ഞാൻ 7 ദിവസം കഴിഞ്ഞ് വരും, അപ്പോൾ ഞാൻ യാഗം കഴിക്കാം. കാരണം യാഗം കഴിക്കേണ്ടത് ശമൂവേലാണ് പുരോഹിതൻ. ശമൂവേലാണ് യാഗം കഴിക്കേണ്ടത്. 7 ദിവസം ശൗല് നോക്കിയിരുന്നു, കണ്ടില്ല. ശൗല് തന്നെത്താൻ യാഗം കഴിച്ചു. ഞാൻ ആ വാക്യം വന്നെടുത്തോട്ടെ. ആ 13-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ശൗമേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശൗമേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശൗമേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്തെന്ന് ശൗമേൽ ചോദിച്ചു. അതിന് ശൗൽ, ഈ ജനം എന്നെ വിട്ടു ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാക്സിൽ കൂടിയിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശൗമേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. നോക്കിയാ നമ്മള് 11-ാം അധ്യായത്തിൽ കണ്ടു, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ വന്നപ്പോൾ ജനത്തിന്റെ ഉള്ളിൽ യഹോവയുടെ ഭീതി നിറഞ്ഞു. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയപ്പോൾ ശൗലിന്റെ അകത്ത് ജനത്തിന്റെ ഭീതി വന്നു. ആമേൻ. When the Spirit of God was upon Saul, the fear of God came upon the people. When the Spirit of Lord left Saul, the fear of people came in to Saul.
ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ ശമൂവേല് ശൗലിനോട് പറയുന്നത്, നീ പോയി അമാലോക്യരെ മുഴുവൻ കൊന്നുകളയണം. അവിടെ രാജാവിനെയും അവരുടെ കന്നുകാലികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും എല്ലാം കൊന്നുകളയണം. എന്നാൽ ശൗല് പോയിട്ട് അവിടെ ഉപയോഗശൂന്യമായതിനെല്ലാം കൊന്നുകളഞ്ഞു. നല്ല മേധസ്സുള്ള ആടുകളെയും കാളകളെയും ഒക്കെ തിരികെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. അതിൻ്റെ 15 അധ്യായം 20 മുതൽ 15-20. ശൗൽ ശൗമേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്യ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബ്ദാർപ്പിതമായ വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗമേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശൗമേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. ആരെ ഭയപ്പെട്ടു? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആൾക്കാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പിന്തുടരാൻ പറ്റത്തില്ല. ആമേൻ. You can't be a people pleaser and be filled with the Spirit. ഹല്ലേലൂയ. ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടോ? അവൻ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവൻ്റെ വാക്ക് കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ ഭയം, ദൈവത്തിൻ്റെ ഭീതി വന്നു. എങ്കിൽ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ ജനത്തിൻ്റെ ഭീതി, ജനത്തെക്കുറിച്ചുള്ള ഭയം ശൗലിൻ്റെ അകത്ത് വന്നു. ഹല്ലേലൂയ. Hallelujah. Are you afraid of people? മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ? പേടിയുണ്ടോ? അവർക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? Are you doing things to please them? മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് നല്ലത് തോന്നണം, അവരെന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം. അവർക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതായിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തിനു ചെയ്യും? You know what that means? You're not filled with the Spirit. Amen? If you're filled with the Spirit, you don't care what other people say about you. Amen. Hallelujah. Amen. You don't care. ഈ നമ്മൾ പറയാറുണ്ട്, ഒപ്പീനിയൻസ് ആർ ലൈക്ക് നോസസ് അല്ലേ? ഈ അഭിപ്രായം എന്ന് പറയുന്നത് മൂക്കുപോല. എല്ലാവർക്കും ഓരോന്നുണ്ട്, റൈറ്റ്? എവരി വൺ ഹാസ് ഇറ്റ്, ബട്ട് യൂഷ്വലി ഹാവ് 2 holes with it അല്ലേ? എല്ലാത്തിനും 2 ഓട്ടയുണ്ട് എന്ന് പറയുന്നവരാണ് അഭിപ്രായം. വൈ ഡു യു വാല്യൂ അതർ പീപ്പിൾസ് ഒപ്പീനിയൻ അബൌട്ട് യു? If you're filled with the Spirit, you will always listen to what this book says. You will listen to what the Holy Spirit wants to tell you. പരിശുദ്ധാത്മാവിന് എന്നോട് എന്ത് പറയാനുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജനത്തിന് മുമ്പിൽ ഞാൻ സ്വീകാര്യനാകണം.
മറ്റുള്ളവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതാരുടെ ചിന്തയെന്നറിയാമോ? The one who doesn't have the fullness of the Holy Spirit. Hallelujah. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ്സോടെ എടുക്കണം. അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ ശരിക്കുള്ള അർത്ഥത്തെ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടി മരിച്ചത്? ആരും ഉത്തരം പറയുന്നില്ലേ? ഇവിടെ ആരാണ്ട് പറഞ്ഞു പോലെ ഞാൻ ചോദ്യം ചോദിച്ച എന്തെങ്കിലും കൊണസ്റ്റ് കാണും, അതുകൊണ്ട് ആരും ഉത്തരം പറയത്തില്ലെന്നാണ് ഇവിടെ പൊതുവേ ഉള്ള അഭിപ്രായം. ആർക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചത്? ഓക്കെ, നമുക്ക് പേഴ്സണലാണ്, നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. പക്ഷേ യേശു ക്രിസ്തു മരിക്കുമ്പോൾ again I am saying, നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കണം. യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ആരായിരുന്നു? യേശു ക്രിസ്തു ഒരിക്കൽ നിക്കോദിമോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആര് സ്നേഹിച്ചു? ദൈവം ലോകത്തെ സ്നേഹിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചു. യേശു ക്രിസ്തു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചെന്നാണോ? ആര് സ്നേഹിച്ചെന്ന് പറഞ്ഞേ? പിതാവായ ദൈവം. God so loved the world that he gave his only begotten son. Amen. ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കാൻ പോകുക, ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എടുത്ത് മാറ്റണം. റൈറ്റ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനിക്കിത് കുടിക്കണം എന്ന് ഇല്ല, പറ്റുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. സോ വാട്ട് വാസ് ഇൻ ജീസസ് മൈൻഡ് വെൻ ഹി വെന്റ് ടു ദ ക്രോസ്? പിതാവിൻ്റെ ഇഷ്ടം. ആമേൻ. ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ദ ഫാദർ. പിതാവിൻ്റെ ഇഷ്ടം എന്നെ നിങ്ങളെയും രക്ഷിക്കണം എന്നുള്ളതായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തു അത് ചെയ്തതാ. ആമേൻ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പീപ്പിൾ. It is about the will of God. Hallelujah. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ. നോട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. മറ്റുള്ളവരുടെ സ്വീകാരത്തിന് വേണ്ടി അല്ല നമ്മളിത് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ടു ഫോളോ ദ വിൽ ഓഫ് ഗോഡ്. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, you will always obey the will of God. No matter what others think. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും I don't care. Hallelujah. Hallelujah. And ഇത് നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ ഇറ്റ് ഈസ് വെരി റെലവെൻറ്റ് അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നൗ വി ആർ ഓൾ ഓൺ സോഷ്യൽ മീഡിയ. നമ്മൾ പലതും അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്, പലതിനും റിപ്ലൈ ചെയ്യാറുണ്ട്, പലതിനും ലൈക്ക് അടിക്കാറുണ്ട്. വൈ ആർ വി ഡൂയിങ് ദിസ്? ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആർ വി ലുക്കിംഗ് ഫോർ പീപ്പിൾസ് അക്സെപ്റ്റൻസ് ഓർ ആർ വി ലുക്കിംഗ് ഫോർ ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയാണോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെ എന്നെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഗംഭീരമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണോ ചെയ്യുന്നത്?
if you are in the first category, you can say, I am filled with the Spirit. I'm filled with the Spirit. Hallelujah. അപ്പോൾ ഒന്നാമതായിട്ട് you fight with the enemy. രണ്ട് you do the will of God. അല്ലേ, നമ്മൾ ദൈവത്തെ ഭയപ്പെടും. മനുഷ്യരെ അല്ല, ദൈവത്തെ ഭയപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവരോട് നമ്മൾ വളരെ ഹാർഷായിട്ട് ഇടപെടണമെന്നല്ല. വി ഗിവ് മോർ ഇമ്പോർട്ടൻസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, എന്നേക്കാൾ അധികമായി അല്ലേ, അപ്പനെയോ അമ്മയോ സഹോദരിയോ സഹോദരനെയോ ഭാര്യയോ മക്കളെയോ തന്നെത്താൻ ഇഷ്ടപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു അത് നമ്മൾ ചെയ്യുമ്പോഴാണ്, അതിനനുസരിച്ച് നടക്കുന്നതാണ് ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ലക്ഷണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവിടെ പറയുന്നു, അതിൻ്റെ 8ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 1 ശമൂവേൽ 11:8. അവൻ ബേസക്കിൽ വെച്ച് അവരെ എണ്ണി. ഏഴാമത്തെ വാക്യം, സോറി. അവർ ഒരേ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിൻ്റെയും ശൗമേലിൻ്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവൻ്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. ആരെങ്കിലും ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും കൂടെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവൻ്റെ കാളകളെ ഇതുപോലെ ചെയ്യും. ഇവിടെ ശൗലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഹി റെസ്പെക്ട്സ് അതോറിറ്റി. ആമേൻ. ഹി റെസ്പെക്ട്സ് അതോറിറ്റി. ശൗലും ശമൂവേലാണ് ശൗലിനെ അഭിഷേകം ചെയ്തത്. ശമൂവേലാണ് അവിടുത്തെ ന്യായാധിപൻ, അവിടുത്തെ പുരോഹിതൻ, പ്രവാചകൻ. ശൗല് പറയുന്നത്, ആത്മാവിൽ നിറഞ്ഞ ശൗല് പറയുന്നത്, ഐ എം ഗോയിങ് വിത്ത് ദി അതോറിറ്റി. ഹല്ലേലൂയ. ഐ എം ഗോയിങ് വിത്ത് ദി അതോറിറ്റി. ആത്മാവ് നഷ്ടപ്പെട്ട ശൗൽ, ആ ശൗലിന് ശമൂവേൽ ആള് ശരിയല്ല. ആമേൻ. ലേറ്റായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെത്താനെ യാഗം കഴിക്കും. ആമേൻ. ശമൂവേൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആടിനെ എല്ലാം കൊന്നതാണ്. ഇത്രയും നല്ല ആടിനെ കൊന്നിട്ട് എന്തോ ചെയ്യാനാ, വെറുതെ വേസ്റ്റ് ആക്കാനല്ലേ? അതിനെ യഹോവയ്ക്ക് യാഗം കഴിക്കാമല്ലോ. വേറെ ഒന്നിനും അല്ല, അവർക്ക് കാശുണ്ടാക്കാനൊന്നുമില്ല, യഹോവയ്ക്ക് യാഗം കഴിക്കാനാണ് മേധസ്സുള്ളതിനെ കൊണ്ട് വന്നത്. ഹല്ലേലൂയ. 15-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചേ. പിന്നെ ശൗമേൽ പോകാൻ തിരിഞ്ഞപ്പോൾ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശൗമേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്ത് നിങ്ങൾ കീറിക്കളഞ്ഞ് നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെ മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. അഭിഷേകത്തിൽ നിന്ന ശൗലിന് അധികാരത്തിന് കീഴ്പ്പെടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശൗലിന് പറയാനുള്ളത്, എൻ്റെയും ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും കൂടെ നിങ്ങൾ പുറപ്പെട്ടു വരണം. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലും അതോറിറ്റിയുമായിട്ട് ഭയങ്കര ഒരസലാണ്, ഭയങ്കര ഫ്രിക്ഷനാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ശൗലിന് താൻ തള്ളപ്പെട്ടു എന്നൊരു വിഷയമല്ല, ജനത്തിൻ്റെ മുമ്പിൽ നീ എന്നോട് കൂടെ വന്ന് കാണിക്കണം, അല്ലേ? നീ എൻ്റെ കൂടെ വന്ന് ജനത്തെയൊക്കെ ഒന്ന് കാണിക്കണം, നീ എൻ്റെ കൂടെ യാഗം കഴിക്കുന്നുണ്ട് എന്ന്.
ഹല്ലേലൂയ. ആ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 34-35. പിന്നെ ശൗമേൽ രാമയിലേക്ക് പോയി, ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശൗമേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശൗമേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, when you are filled with the Spirit of God, you will honor the authority God has placed over you. Amen. When the Spirit is not in you, you will rebel against the authority. Hallelujah. Kids, are you listening? The Bible says, honor your parents, honor your father and your mother, that it may be well with you and that you may live long on earth. God has placed an authority over you. If you are filled with the Spirit of God, with the Holy Spirit, you will always honor your parents. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു 12 വയസ്സുള്ളപ്പോൾ യേശുവിനെയും കൊണ്ട് അമ്മയപ്പന്മാർ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ചെന്ന് പള്ളിയിലൊക്കെ ഇരുന്നപ്പോൾ അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് യേശു പള്ളിയിലിരിക്കുക. അമ്മയപ്പന്മാർ വിചാരിച്ചു, അവർ തിരിച്ചു പോയപ്പോൾ അവർ വിചാരിച്ചു യേശു അവരുടെ കൂടുണ്ട്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യേശു കൂടില്ലാന്ന്. അപ്പോൾ അവർ തിരിച്ചുപോയി. യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ അന്വേഷിച്ചു, നീ എവിടെ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താ? ഞാൻ എൻ്റെ പിതാവിനുള്ളതിനല്ലയോ ഇരിക്കേണ്ടത്. അപ്പോൾ ജോസഫ് പറഞ്ഞു കാണും, ഞാൻ എൻ്റെ ഭാവനയെന്ന് പറയുകയാണ്, ജോസഫ് പറഞ്ഞു കാണും, നിൻ്റെ പിതാവ് ഞാനല്ലേ? നമുക്കവിടെ ഒരു തടിപ്പണിയുടെ ബിസിനസ് ഉണ്ടല്ലോ, ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ ദിവസമായത് അടച്ചിട്ടിട്ട് തിരിച്ചു പോയി ആ പണിയൊക്കെ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാൽ അതെങ്ങനെ ചെയ്യും? ഞാൻ എൻ്റെ ഭാവനയെന്ന് പറയുകയാണേ, അങ്ങനെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ യേശു ആരാ? ഹീസ് ഗോഡ്, റൈറ്റ്? വെൻ ഹി വാസ് ബോൺ ഹി വാസ് ഗോഡ്, ഹി വാസ് ഫുള്ളി ഗോഡ്. യേശുവിന് വേണേൽ യോസഫിൻ്റെ അടുത്ത് പറയായിരുന്നു, യു നോ ഹു ഐ ആം. അവിടെ 12 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ആരാന്നറിയാമോ? ഞാനൊന്ന്, if I just blink, your breath will stop. I am the creator. അങ്ങനെയാണോ യേശു പറഞ്ഞത്? ആമേൻ. ലൂക്കോസിന് ശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്ത് ചെയ്തു? നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇംഗ്ലീഷിൽ എന്താ? അല്ലേ? And he went down with them and came to Nazareth and was subject unto them, but his mother kept all these sayings in her heart. നസ്രത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു. Who was subject to his parents? Hello, I'm asking you kids. Who was subject?
the King of Kings, the Lord of Lords, the one who created the whole universe, the one who created Joseph, the one who created Mary. He was subject to them. Amen. Honor your father and your mother when they tell nice things about you. നല്ല എഴുതിയേക്കുന്നത്. Honor your father and your mother even when they are rude to you. When they don't let you watch YouTube or TikTok. Yeah, or Instagram. Yeah, honor your father and your mother at all times. Hallelujah. Amen. And you can do it only if you are filled with the Spirit. Amen. Honor your father and your mother. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ലേഖനകാരൻ പറയുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കും. അതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തണം. Be subject to the authority that God has placed over you. നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമ്പോൾ അവരെ അനുസരിക്കാനല്ല പറഞ്ഞേക്കുന്നത്. God has kept them over you. So if you're filled with the Spirit of God, you will be subject to the authority. You don't like them? You don't like their style? Go and speak to them. But be subject to them. Hallelujah. ആത്മാവിനാൽ നിറയപ്പെട്ട ശൗലിന് മാത്രമേ അധികാരത്തിന് കീഴ്പ്പെടാൻ പറ്റത്തുള്ളൂ. If you have a problem with authority, remember something has happened to the spirit inside you. You need to get back. Hallelujah. അതുകൊണ്ട് it's good that you come to church, you worship the Lord, you speak in tongues, you prophesy, miracles happen at your hands. Well and good. Nice. But what change does it make in your life? Are you still agreeing with the enemy? Are you fearing people? Are you rebelling against the authority? Then you need to check. You need to think about yourself. Am I really filled with the Holy Spirit? Am I really filled with the Holy Spirit? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Lord, we thank you, Lord, we praise you, we give you glory. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നല്ല പകലിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ, അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കാൻ, അതിനനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ശത്രു പറയുന്നതിനോട് സമരസപ്പെട്ടു പോവുകയല്ല, ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ, വിജയങ്ങളെ കൈവശമാക്കുവാൻ അങ്ങവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, ഇവർ ജനത്തെ ഭയപ്പെട്ട് ജനത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപിതാവേ, ഇവർ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആത്മാവിൽ നിറഞ്ഞ് കർത്താവെ ഒരു യഥാർത്ഥ ശിഷ്യനായി, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമ്മാൻ. ഗോഡ് ബ്ലെസ് യു.